നമസ്കാരം. അമേരിക്കയുടെ ആധിപത്യമൊക്കെ അവസാനിച്ചു. രക്ഷാസ്ഥാനമായ നാറ്റോയിൽ നിന്നും ട്രംപിന്റെ കയ്യിലിരിപ്പ് കാരണം അടിച്ചു പുറത്താക്കുന്ന അവസ്ഥയിലേക്കാണ് അവർ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇത്രയ്ക്കും ദുരന്തം പിടിച്ചൊരു സമയം അമേരിക്കൻ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ടാകാൻ തന്നെ ഇടയില്ല. അവിടുത്തെ ജനങ്ങൾ പോലും ഇപ്പോൾ വരുത്തിവെച്ച വിനിയോർത്ത് പശ്ചാത്തപിക്കുകയാണ്. എന്തായിരിക്കും സംഭവം? നമുക്കൊന്ന് വിശദീകരിക്കാം. കൂടെ നിന്ന് സഖ്യകക്ഷികളെയെല്ലാം നന്നേ ചൊടിപ്പിച്ച അമേരിക്കയെ പതിയെ രക്ഷക സ്ഥാനമെന്ന അമേരിക്കയുടെ മനോരാജ്യത്തു നിന്നും ചവിട്ടിപ്പുറത്താക്കാനുള്ള പുറപ്പാടിലാണ് നാറ്റോ രാജ്യങ്ങളെല്ലാം തന്നെ. അതിനുള്ള വ്യക്തമായ സൂചനകളാണ് നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പ്രധാന കാരണമോ ട്രംപിന്റെ കയ്യിലിരിപ്പും. കാലുവാലിൽ പാരമ്പര്യമായി കൊണ്ടു നടക്കുന്ന അമേരിക്കൻ ഭരണാധികാരികളുടെ തനിസ്വരൂപം പുറത്തെടുക്കാൻ നിലവിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മറന്നിട്ടില്ല. അത്രയും കാലം ഉക്രൈന്റെ കൂടെ നിന്നിരുന്ന അമേരിക്ക പെട്ടെന്നായിരുന്നു കാലുമാറി റഷ്യയുമായുള്ള ബന്ധം സ്ഥാപിച്ചത്. ഉക്രൈനെ കൈയൊഴിഞ്ഞതും അതുതന്നെ. റഷ്യയെ പോലെ ശക്തനായ ഒരു രാജ്യത്തെ പിണക്കിയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ട്രംപ് അങ്ങനെ ഒരു നടപടി സ്വീകരിച്ചത്. അതിനിടയിൽ അടുത്ത 5 മുതൽ 10 വർഷത്തിനുള്ളിൽ തങ്ങളുടെ പ്രധാന പ്രതിരോധ ഗ്യാരണ്ടി ആയിട്ടുള്ള അമേരിക്കയെ ആ സ്ഥാനത്ത് നിന്ന് ക്രമേണ മാറ്റി സ്ഥാപിക്കാനുള്ള പദ്ധതി നാറ്റോ അംഗങ്ങൾ തയ്യാറാക്കുകയാണെന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, നോർഡിക് രാജ്യങ്ങൾ എന്നിവരെല്ലാം ഇപ്പോൾ സൈനിക സാമ്പത്തിക സഹായങ്ങൾ പ്രദാനം ചെയ്യുന്ന അമേരിക്കയിൽ നിന്ന് ആ പദവി മാറ്റി സ്ഥാപിക്കാനുള്ള നിർദ്ദേശത്തെക്കുറിച്ച് ചർച്ചകൾ നടത്തിവരികയാണെന്നാണ് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തത്. ഈ ജൂണിൽ ഹേഗിൽ നടക്കുന്ന നാറ്റോയുടെ വാർഷിക ഉച്ചകോടിക്ക് മുമ്പ് അമേരിക്കയ്ക്ക് മുന്നിൽ ഈ നിർണായക കാര്യം അവതരിപ്പിക്കുക എന്നതാണ് ആത്യന്തിക ലക്ഷ്യമെന്ന് റിപ്പോർട്ട് പറയുന്നു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കീഴിൽ അമേരിക്കയ്ക്ക് പ്രതിരോധ പ്രതിബദ്ധതകളിൽ നിന്ന് പിന്മാറാനോ അല്ലെങ്കിൽ കൂട്ടായ്മയിൽ നിന്ന് പുറത്ത് പൂർണ്ണമായും പോകാനോ കഴിയുമെന്ന് യൂറോപ്യൻ നാറ്റോ അംഗങ്ങൾക്കിടയിൽ വ്യാപകമായ ആശങ്കകൾ നിലനിൽക്കുന്നതാണ് ഈ ശ്രമം പ്രതിഫലിപ്പിക്കുന്നത്. പ്രതിരോധ ചെലവ് വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനുമുള്ള യൂറോപ്യൻ യൂണിയൻ പ്രതിബദ്ധതകൾ പദ്ധതിയിൽ ഉൾപ്പെടാനും സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ ട്രംപ് ക്രമേണ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കൈമാറാൻ വരെ സാധ്യതയുണ്ടെന്നാണ്, അതുപോലെ തന്നെ അതിന് സമ്മതിക്കും എന്നുമാണ് നാറ്റോയുടെ കണക്കുകൂട്ടൽ. ഇതോടെ അമേരിക്കയ്ക്ക് ഏഷ്യയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കഴിയുമെന്ന് യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ കണക്ക് കൂട്ടുന്നുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചില യൂറോപ്യൻ രാജ്യങ്ങൾ ചർച്ചകളെ പിന്തുണയ്ക്കാൻ മടി കാണിക്കുന്നതായും റിപ്പോർട്ട് പറയുന്നുണ്ട്. അതേസമയം ട്രംപ് ഭരണകൂടത്തിന്റെ പ്രവചനാതീതമായ സ്വഭാവം കണക്കിലെടുക്കുമ്പോൾ ഉത്തരവാദിത്തങ്ങളിൽ ഘടനാപരമായ കൈമാറ്റത്തിന് അമേരിക്ക സമ്മതിക്കുമോ എന്ന് ഒരു വിഭാഗം രാജ്യങ്ങളെങ്കിലും സംശയിക്കുന്നുണ്ട്. നാറ്റോ അംഗരാജ്യങ്ങൾ പ്രതിരോധ ചെലവ് GDP-യുടെ 5% ഉയർത്തണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. സഖ്യകക്ഷികളുമായുള്ള അസന്തുലിതമായ ബന്ധം ഇനി അമേരിക്ക സഹിക്കില്ല എന്ന് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറിയായ പീറ്റ് ഹെഗ്സെത്ത് പറയുകയുമുണ്ടായി. അതിനിടയിലാണ് യുക്രൈൻ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന ദൗത്യത്തിനുള്ള പദ്ധതിക്കായുള്ള തീവ്ര ശ്രമത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റായി ഇമ്മാനുവൽ മാക്രോൺ ഇറങ്ങി പുറപ്പെട്ടത്. ആഴ്ചകളായി മാക്രോണും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറും ഇച്ഛാശക്തിയുള്ളവരുടെ സഖ്യം എന്ന പദ്ധതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. 30 രാജ്യങ്ങൾ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട് എങ്കിലും എത്ര പേർ ഈ യുദ്ധത്തിന് തയ്യാറാണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. ഇതുവരെ ഫ്രാൻസും ബ്രിട്ടനും മാത്രമാണ് ഉക്രൈനിൽ സൈനികരെ വിന്യസിക്കുമെന്ന് വ്യക്തമായി പ്രതിജ്ഞയെടുത്തവരും. യൂറോപ്യൻ നേതൃത്വത്തിലുള്ള ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനുള്ള അമേരിക്കൻ പിന്തുണ അനിശ്ചിതത്വത്തിലാവുകയും അമേരിക്കൻ പിന്തുണയില്ലാതെ സൈനികരെ വിന്യസിക്കില്ലെന്ന് ബ്രിട്ടൻ അറിയിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഉക്രൈനായി ഒരു UN സമാധാന ദൗത്യത്തിന്റെ സാധ്യത മാക്രോൺ പരിശോധിച്ചതായി ദ ഡെയിലി ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്തു. യൂറോപ്യൻ കൗൺസിൽ ഉച്ചകോടിയിൽ മാക്രോൺ UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസുമായി പദ്ധതി ചർച്ച ചെയ്തതായി പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. എന്നിരുന്നാലും മാക്രോൺ പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യുക മാത്രമാണോ അതോ അദ്ദേഹം പരിഗണിക്കുമോ എന്നൊക്കെ ഉറപ്പില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഉക്രൈനായുള്ള ഏതൊരു UN സമാധാന പരിപാലന ദൗത്യവും വേണ്ടത്ര വിജയിക്കാൻ സാധ്യതയില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കാരണം അതിന് UN രക്ഷാസമിതി അംഗീകാരം നൽകേണ്ടതുണ്ട്. എന്നാൽ റഷ്യ UN-ലെ സ്ഥിരാംഗമായതിനാൽ തന്നെ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത ഏതൊരു നിർദ്ദേശവും വീറ്റോ ചെയ്യാൻ റഷ്യയ്ക്ക് സാധിക്കുകയും ചെയ്യും. മാത്രവുമല്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കീഴിലുള്ള അമേരിക്കയും റഷ്യയുടെ നിലപാട് പിന്തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. സ്റ്റാമറും മാക്രോണും ചേർന്ന് തയ്യാറാക്കിയ സമാധാന പരിപാലന നിർദ്ദേശത്തിൽ ഉക്രൈനിലെ നഗരങ്ങളിലും തുറമുഖങ്ങളിലും ആണവ നിലയങ്ങൾ പോലുള്ള നിർണായക അടിസ്ഥാന സൗകര്യ കേന്ദ്രങ്ങളിലും 30,000 വരെ സൈനികരെ വിന്യസിക്കും എന്നാണ് അറിയാനും സാധിക്കുന്നത്. എന്തായാലും ഉക്രൈനിന്റെ വാണിജ്യ വ്യോമാതിർത്തി വീണ്ടും തുറക്കുന്നതിന് വെടിനിർത്തൽ ലംഘിക്കുന്ന ഏതൊരു വിമാനത്തെയും നിരീക്ഷിക്കാനും വെടിവെച്ച് വീഴ്ത്താനും ആവശ്യമായ ഫയർ പവർ സമാധാന സേനാംഗങ്ങൾക്ക് നൽകും എന്നത് ഒരു ഉറപ്പാണ്. കരിങ്കടലിൽ
വെടിനിർത്തൽ നടപ്പിലാക്കുന്നതിന് സമുദ്ര ഘടകങ്ങളും ഉണ്ടാകും. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ കാര്യങ്ങൾ എവിടെ എത്തിച്ചേരുമെന്ന് നമ്മൾ കണ്ടു തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ പുതിയൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.